തൊടുപുഴയില് ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. കാരണം വിജയ ജോസഫ് എന്നൊരു വ്യക്തി ഈ തൊടുപുഴയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഷൂസ് അല്ലെങ്കിൽ ആ ഒരു പദവി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കഠിനമായ ഒരു ജോലിയാണ്. കാരണം വിജയ ജോസഫ് തൊടുപുഴയ്ക്ക് ചെയ്ത കാര്യങ്ങൾ ഈ കേരളത്തിൽ മറ്റൊരു ജനപ്രതിനിധിയും ഇവിടെ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ജനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ ടെൻഷനിലാണ് ഞാൻ. കാരണം അപ്പച്ചൻ ചെയ്ത കാര്യങ്ങൾ ഈ കഴിഞ്ഞ 50 വർഷക്കാലം ഈ തൊടുപുഴയാക്കിയ ഇടുക്കിയെ മിടുക്കിയാക്കിയ വിജയ ജോസഫിൻ്റെ പാതയിൽ വരുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അപ്പച്ചൻ എങ്ങനെ തൊടുപുഴയെ സ്നേഹിച്ചിരുന്നോ അതുപോലെ തന്നെ തൊടുപുഴയെ സ്വന്തം കൈവെള്ളയിൽ കൊണ്ട് നടക്കുവാൻ അപ്പച്ചനിൽ നിന്നും അതിനുള്ള ഒരു പ്രചോദനം ഏറ്റെടുത്തുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള ഒരു നല്ല ശ്രമം, നല്ല ഒരു ആ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്. എതിർ സ്വരങ്ങളൊക്കെ വന്നതിന്റെ താഴെ വന്ന സമൂഹ മാധ്യമങ്ങളിൽ വന്ന കമന്റുകൾ വായിച്ചു നോക്കിയത് ഒരു വ്യക്തി പോലും അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ എതിർ സ്വരങ്ങളുണ്ടാവും. എതിർപ്പില്ലാതെ രാഷ്ട്രീയമില്ല, എതിർവിഭാഗമില്ലാതെ എതിർ സ്ഥാനാർത്ഥിയില്ലാതെ രാഷ്ട്രീയമില്ല. അതങ്ങനെ കണ്ടാൽ മതി. പക്ഷേ തൊടുപുഴയിലെ ജനങ്ങളും തൊടുപുഴയിലെ പാർട്ടിയും ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയുണ്ട്. ഒത്തൊരുമയോട് കൂടി ഐക്യനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ് തൊടുപുഴയിൽ. ഇവിടെ വേറൊരു സ്വരമില്ല. UDF ഈ വർഷം ഈ തവണ വലിയ ഒരു വിജയത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. ഈ മേഖലയിൽ നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയെ വെച്ച് പാർട്ടി ചെയർമാൻ അപ്പച്ചൻ ഒരു പ്രഖ്യാപനം നടത്തി. ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ആ ഒരു ഉത്തേജനത്തിലാണ് ഈ 3 ജില്ലകളിലും എല്ലാ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലും അപ്പച്ചൻ പോയി പ്രസംഗിച്ച് ഓടി നടന്ന് മെനക്കെട്ടാണ് ഐക്യനാധിപത്യ മുന്നണി ഈ 3 ജില്ലകളും തിരിച്ചു പിടിച്ചത്. അതിൻ്റെ ഒരു വലിയ പ്രചോദനവും അതിൻ്റെ വലിയ ഒരു പിന്തുടർച്ചയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഈ മക്കൾ രാഷ്ട്രീയം എന്നൊരു ആരോപണം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രതിനിധികൾക്ക് ഉയർത്തുവരെ അതിനെങ്ങനെയായിരിക്കും അഡ്രസ് ചെയ്യുന്നത്? ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഈ നാട്ടിലെ ഏതൊരു പൗരനും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്ന കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ തൊടുപുഴയിൽ പാർട്ടി സംവിധാനം എന്താണെന്ന് ഇവിടെ ഉള്ളവർക്കറിയാം. മണ്ഡലം കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും സംഘടിപ്പിച്ച് പാർട്ടിയെ ചലിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ വിജയ ജോസഫ് സാറിന് കാലങ്ങൾക്ക് മുമ്പേ മകൻ അബു ജോൺ ജോസഫിനെ തൊടുപുഴയിലോ കേരളത്തിൽ എവിടെയെങ്കിലോ കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് MLA ആക്കി കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഇതുവരെ മക്കൾ രാഷ്ട്രീയത്തെ അനുകൂലിക്കാതെ നിന്ന കേരള കോൺഗ്രസിലെ മാതൃകാ നേതാവാണ് പി ജോസഫ് സാർ. ഞങ്ങളൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചപ്പോഴും അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. ഇന്ന് വിവിധങ്ങളായ സാഹചര്യങ്ങൾ കൊണ്ട് തൊടുപുഴയിലെ നിയോജക മണ്ഡലത്തെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ പുതിയ തലമുറയിൽ നിന്ന് അബു ജോൺ ജോസഫ് വരിക എന്നുള്ളത് ജോസഫ് സാറിന്റെ തീരുമാനത്തോടൊപ്പം കേരള കോൺഗ്രസ് പാർട്ടിയുടെ യോജിച്ചുള്ള തീരുമാനം അക്കാര്യത്തിലുണ്ട്. അബു ജോൺ ജോസഫ് പുതുതായി രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതല്ല. ITN പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് പിന്നീട് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരികയും പാർട്ടിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി കഴിഞ്ഞ പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനത്തേക്ക് വരികയും അങ്ങനെ കേരളം ഒട്ടാകെ പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി മെമ്പറായി ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന യുവാക്കളിൽ നിന്ന് വന്ന പ്രമുഖ നേതാക്കളിൽ ഒരാളാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ 8 സീറ്റിലും മത്സരിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥികളെ പോലെ തന്നെയാണ് തൊടുപുഴയിൽ മത്സരിക്കുന്ന അബു ജോൺ ജോസഫ് എന്നുള്ളതും ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നതിന് എന്തെങ്കിലും സങ്കടമുണ്ടോ?